പ്രിജോഡിസ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അത് ശരിക്കും തെറ്റാണ്. ഈ നമ്മളിപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിൽ വന്നപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലുള്ള കുറേ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ എനിക്കതിൽ നിന്ന് ഈ പുറമെ ആൾക്കാർ പറയുന്നതൊക്കെ വളരെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. കാരണം എനിക്ക് പേഴ്സണലി ആരും വർഗീയത പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈവൻ ഞാൻ അങ്ങനെ പറയാറുമില്ല. കാരണം നമ്മളിവിടെ ജനങ്ങളെ, ഇപ്പോൾ എൻ്റെ കാര്യം എടുത്താൽ ഞാൻ ജനങ്ങളെയാണ് നോക്കുന്നത്. അവർക്ക് അതിപ്പോൾ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഹിന്ദു ആണോ നോക്കിയിട്ടല്ല. ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഹിന്ദുയിസമാണ് അല്ലെങ്കിൽ ഹിന്ദുത്വമാണ് എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരെ ഞാൻ അവഹേളിക്കുന്നില്ല, അവരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ പള്ളി പോകുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. അത് എനിക്ക് പള്ളി കയറാൻ പറ്റില്ല, എനിക്ക് അയിത്താണ്, അതുകൊണ്ടല്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ, അത് വിശ്വാസം വേറെ, പാർട്ടി പൊളിറ്റിക്സ് വേറെ, ജനസേവനം വേറെ. ഇതാണ് എൻ്റെ ഒരു രീതി. എനിക്കറിയില്ല എല്ലാവരും ഇതാണോ ശരിയെന്നും എനിക്കറിയില്ല, ഇങ്ങനെയാണെന്നല്ല. എൻ്റെ രീതി അങ്ങനെയാണ്, 3-നെ 3 കാരണം ഞാൻ ഇന്നാൾ പറഞ്ഞല്ലോ, പേഴ്സണൽ ലൈഫ് വേറെ, പൊളിറ്റിക്സ് വേറെ. അതുപോലെ തന്നെ ഇതും എല്ലാത്തിനും ഓരോന്നിനും ഓരോ സ്ഥാനം കൊടുക്കുക, എല്ലാം കൂട്ടിക്കുഴയ്ക്കണ്ട. അതുപോലെ തന്നെ പല വീഡിയോയുടെ അടിയിൽ കമൻ്റ് ആയിട്ടും അല്ലാതെ പലരും പറയുന്നൊരു മെയിൻ കാര്യമാണ് കേരളം BJP വന്നാൽ ഒരു ബീഹാറോ UPയോ ആയി മാറും എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിനെങ്ങനെയാണ് നോക്കുകയാണെന്ന്? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അറിയില്ല ഈ ബീഹാറിലും UPയിൽ ഇതിന് മാത്രം എന്ത് പ്രശ്നമുള്ളതെന്ന്. ഇപ്പം നമ്മളൊരു സ്ഥലത്ത്, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ പോലും നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുമുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പോലും അറിയാത്ത, അതായത് ഞാൻ പറഞ്ഞ പോലെ ഫുഡ് പോലും കിട്ടാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒരു നാടെടുത്താൽ ഈ 2 രീതിയിലുള്ള ആൾക്കാരും ആ നാട്ടിലുണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവർ ചെയ്യുന്ന എന്താണെന്നറിയോ, അവിടെ ചെന്നിട്ട് ഈ തരത്തിൽ അതിദാരിദ്ര്യമായിട്ട് കിടക്കുന്ന എന്തെങ്കിലും സ്ഥലമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്, അത് മാത്രം ഹൈലൈറ്റ് ചെയ്യാണ്. അതിവിടെ ഡെവലപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും പുറത്ത്. കാരണം എന്താ അത് ചെയ്യേണ്ടത്? ശരിക്കും ഞാൻ ഞാൻ ശരിക്കും ആലോചിച്ചു പോയി, എനിക്കൊരു PR ടീം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവരെ വെച്ചിട്ട് കുറേ ഇങ്ങനെ ചെയ്യുന്നത്, ഇത് അവരുടെ PR ടീം ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നുന്നത്. നമ്മൾ ഒന്നിനെപ്പറ്റിയും ആധികാരികമായിട്ട് അറിയാതെ സംസാരിക്കുന്നത് ശരിയല്ല. എന്നിരുന്നാലും ഞാൻ പറയുന്നു, കാരണം ആ തരത്തിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഇതിങ്ങനെ അവിടെ എന്തോ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്, അവിടെ ഒരു തരത്തിലും ഡെവലപ്മെൻറ്റ് ചെന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, അതാണ് ഫസ്റ്റ് ഓഫ് ഓൾത്തെ കാര്യം. പിന്നെ കേരളം അങ്ങനെ ആക്കി തീർക്കുമെന്ന് പറയാൻ, ഓൾറെഡി കേരളം വലിയ കുഴപ്പമില്ലാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മറ്റുള്ള പാർട്ടികളൊന്നും ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഓൾറെഡി ഡെവലപ്മെൻ്റ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും എത്താത്ത കുറേയേറെ സ്ഥലങ്ങളുണ്ട്. അത് പുറം ലോകം അറിയുന്നില്ല. ഇപ്പം അന്ന് തന്നെ ഞാൻ കുടിവെള്ള പ്രശ്നം പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, പിന്നെ അത് ഞാൻ വെറുതെ പറയുന്ന രീതി പറഞ്ഞു. പക്ഷേ അതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ബിഗ് TV, ഞാനതെൻ്റെ സ്റ്റോറിയിൽ ഷെയർ ചെയ്തിരുന്നു. ബിഗ് TV അതെനിക്ക് തോന്നുന്നു തൃശ്ശൂരോ അവിടെ എങ്ങാണ്ടാന്ന് തോന്നുന്നു, പോയിട്ട് ഇതേ പ്രശ്നം, അതായത് അവർക്ക് കുടിക്കാൻ പോലുള്ള വെള്ളം അവിടെ കിട്ടുന്നില്ല, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള വെള്ളം പോലും അവിടെ കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അത് വെറുതെ പറയണതല്ല, ശരിക്കും ഇവിടെ നടക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരാണ് നല്ലത്, ഞാൻ അവരെ കുറ്റം പറയല്ല, പക്ഷെ അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ എൻ്റെ ഉദ്ദേശം അങ്ങനെയുള്ളവരെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് BJP വന്നതുകൊണ്ട് ബീഹാറും UP ഒന്നാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ കോഴിക്കോട് പോയിന്ന്, ഞാൻ ഹൈവേ, നമ്മുടെ നാഷണൽ ഹൈവേ കൂടെയാണ് പോയത്. ഞാൻ ഓർക്കുക എത്രമാത്രം ഞങ്ങളൊരു എത്രയോ ടൈമാണ് നമുക്ക് അവിടെ സേവ് ആയത്. കാരണം പണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ബൈ റോഡ് പോകുന്ന സമയത്ത് ഒരു 7-8 മണിക്കൂർ എങ്ങനെ പോയാലും കോഴിക്കോട് നമുക്ക് എടുക്കും. ഇന്ന് ആ സ്ഥാനത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരു 4-5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കോഴിക്കോട് എത്തി ഏറ്റുമാനൂരിൽ. അപ്പം അപ്പോൾ അതെന്താ BJP വന്നപ്പോൾ ഇവിടെ മോശമാവുകയാണ് ചെയ്തത്. സ്റ്റിൽ BJP ഇവിടെ ആ തരത്തിലൊരു ഭരണ ഇതായിട്ട് വന്നിട്ടില്ല. എന്താ പറയുക, നമ്മുടെ PM ആയിട്ടുള്ള ആൾ അവിടെ ഇരുന്നിട്ട് നമുക്ക് ചെയ്തു തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് എന്തായാലും അങ്ങനെ ബീഹാർ ആക്കാനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ നാഷണൽ ഹൈവേ 6 ലൈൻ നാഷണൽ ഹൈവേ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം അങ്ങനെ ഒരു ബീഹാർ UP ഒന്നും ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താ പറയുക, ക്രിട്ടിസൈസ് ചെയ്യണം, കുറ്റം മാത്രം പറയണം എന്നുള്ളവർ അങ്ങനെ പറയും, അവർ പറഞ്ഞോട്ടെ. സോഷ്യൽ മീഡിയയിലാണല്ലോ ഇലക്ഷൻ മുതലും അതിന് മുമ്പ് തന്നെ ആക്റ്റീവായിട്ടുള്ള വ്യക്തിയാണ്. ഈ ഇലക്ഷൻ്റെ സമയം വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞു. അപ്പോൾ ഒരുപാട് പ്രപ്പോസലോ കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ കളത്തറായിപ്പോൾ മെസ്സേജൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമ്മൾ നോക്കുന്നില്ല. മൈൻ ചെയ്തതിൽ തന്നെ ഇപ്പോൾ പറയാണ്ട് അടുത്ത തള്ളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പക്ഷെ അല്ല, നമുക്ക് മെസ്സേജസ് വരും, അത് സ്വാഭാവികമാണല്ലോ, അങ്ങനെ വരും. അല്ലാതെ ഇപ്പോൾ പേഴ്സണലി അങ്ങനെ ഒന്നാമത്തെ കാര്യം നമ്മളത് നോക്കുന്നില്ല, നമുക്ക് അതിനൊന്നും നേരമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ കുറേ പേര് ചോദിച്ചു. ഒരു മിനിറ്റ്, കണ്ണിപ്പൊടി പോയി. അപ്പോൾ അമ്മയുടെ അടുത്തൊക്കെ കുറേ പേര് വന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്, അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും.